മലയാളികളും കൂടുതൽ ഞെട്ടിയത് നടൻ ജയസൂര്യയുടെ പേര് വന്നപ്പോഴാണ്. കാര്യം പുള്ളിക്ക് ഇൻഡസ്ട്രിയിൽ ഒരു നീറ്റ് ഇമേജ് ആണ്, എല്ലാവരും അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ഒരു കുറച്ചൊക്കെ മോട്ടിവേഷണൽ സ്പീക്കർ കൂടിയാണല്ലോ. അപ്പോൾ ജയസൂര്യ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്. എന്നാൽ സോണിയ മൽഗാർ എന്ന് പറഞ്ഞ നടി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞപ്പോൾ താൻ അഭിനയിച്ച ഒരു ചിത്രത്തിലായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത്, മാത്രമല്ല തൊടുപുഴയിൽ വെച്ച് ഷൂട്ടിംഗ്, ഇതൊക്കെ ആളുകൾ കണക്ക് കൂട്ടി പിഗ്മാൻ എന്ന ചിത്രമാണെന്നും ജയസൂര്യയാണ് ആ ഒരു നടൻ എന്ന് പറയുകയായിരുന്നു. എന്നാൽ ജയസൂര്യ ആണോ എന്ന് മാധ്യമക്കാർ പല വട്ടം ഈ സോണിയ മൽഗാർ എന്ന് പറഞ്ഞ നടിയോട് മാധ്യമത്തിന് മുന്നിൽ ഇരുന്ന് സംസാരിക്കവേ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊന്നും ആ നടി പറഞ്ഞിട്ടുള്ള മറുപടി എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പേര് പറയുന്നില്ല എന്ന്. എങ്കിൽ ആദ്യമേ അതങ്ങ് പറഞ്ഞാൽ പോരെയായിരുന്നു. മാത്രമല്ല ഇന്നലെ പറയുന്നു ആ നടൻ ജയസൂര്യ അല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, 2 ദിവസത്തിന് മുമ്പ് സോണിയോട് ഇതേ ചോദ്യങ്ങൾ ഒരുപാട് പേര് ചോദിച്ചപ്പോൾ ആ നടൻ അല്ല എന്ന് പോലും പറഞ്ഞ ആ നടന്റെ ഒരു ഇമേജ് നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ടില്ല ഈ ഒരു വ്യക്തി. ഇന്നിതാ DGPക്ക് പോയി പരാതി നൽകിയിരിക്കുകയാണ്. പക്ഷേ ജയസൂര്യ അല്ലെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. കടന്നു പിടിച്ചു എന്ന് പറഞ്ഞ് യുവതി പരാതി നൽകിയിരിക്കുന്നു. മാത്രമല്ല ആരാണ് ആ നടൻ എന്നുള്ള പേരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പരാതി നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, നടിയായ സോണിയ മൽഗാറിനെതിരെ ആക്രമിച്ചത് ജയസൂര്യ അല്ല, പക്ഷേ നടി മീനു മുനീറിനെ ഇങ്ങനെ ലൈംഗികമായി അതിക്രമിച്ചത് ജയസൂര്യ തന്നെയാണ് എന്നാണ് മീനു മുനീർ പറയുന്നത്. അവരതുമായിട്ട് മുന്നോട്ട് പോകാനും കേസ് കൊടുക്കാനും ഒക്കെ തയ്യാറാകുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ജയസൂര്യ സോണിയെ പിടിച്ചിട്ടില്ലെങ്കിലും മീനു മുനീറിനെ പിടിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മീനു മുനീർ തന്നെ പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.